മിക്ക ആളുകളുടെയും പ്രശ്നമാണ് പൂരി ചുടുന്ന സമയത്ത് അതിൽ എണ്ണ കുടിച്ചിട്ട് കുഴഞ്ഞു പോവാന്നുള്ളത്. എന്നാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ബാജിക്കറീൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാലൊന്നുകൂടെ ടേസ്റ്റ് നോക്കുമ്പോൾ മൈദമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ 2 കപ്പ് മൈദയിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. പൊതുവേ നമ്മൾ രാവിലെ എണ്ണ പലഹാരങ്ങളൊന്നും അധികം കഴിക്കാത്തതാണ് നല്ലത്. എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു റെസിപ്പിയാണിത്. ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കില്ല. ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മിക്സാക്കി എടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തത്. നല്ല വെട്ടി തെളിച്ച വെള്ളമൊന്നും വേണമെന്നില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ടായാൽ മതി. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കാം. നമുക്ക് ഈ മാവിലേക്ക് കുറഞ്ഞ വെള്ളം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് മൈദമാവിൽ എന്ത് തയ്യാറാക്കിയാലും വെള്ളം പെട്ടെന്ന് കൂടിപ്പോവും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം നമ്മൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും, പക്ഷേ പിന്നെ അത് റെഡിയാവും. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ മാവിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവ് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം തന്നെ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ഒന്നുകൂടെ ഒരു സോഫ്റ്റായി കിട്ടും. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്ക് ആ മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ അങ്ങ് കുഴച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് നമ്മളിത് അവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തിയിട്ട് നമുക്ക് നല്ല പൂരി ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഓയിൽ ചൂടായി വന്നാൽ ഈ പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ലവണ്ണം ചൂടാവണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടുമ്പം തന്നെ കാണാം ഇത് ഇതുപോലെ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊള്ളിയത് നമ്മൾ എണ്ണ കുടിക്കുന്ന പൂരിയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ആകെ കുഴഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. ആകെപ്പാടെ എണ്ണമയമായിരിക്കും. എന്നാൽ നമ്മൾ ഈ ചുടുന്ന പൂരി എന്ന് വെച്ചാൽ എത്ര സമയം വെച്ചാലും ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഒട്ടും എണ്ണ കുടിക്കില്ല. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് വരെ ആ എണ്ണ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുഴുവനും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ബാജിക്കറിയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഗോതമ്പ് പൊടി വെച്ചാണെങ്കിലും ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഗോതമ്പ് പൊടി ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുക. കുറച്ച് റവ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നല്ല പൂരിയായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.